നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. DRDO നിർമ്മിക്കുന്ന നിരവധി വിജയകരമായ തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ ഇന്ത്യൻ സായുധ സേന ഉപയോഗിക്കുന്നു. ഇലക്ട്രോണിക് വാർഫെയർ ടെക്നോളജീസ്, റഡാറുകൾ, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ LCA തേജസ് എന്നിവയ്ക്കുള്ള സംയുക്ത സാമഗ്രികൾ, ബ്രഹ്മോസ്, നാഗ് മിസൈൽ അങ്ങനെ തുടങ്ങി നിരവധി സാങ്കേതിക വിദ്യകൾ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായ മേഖല ഇന്ത്യയിലെ തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ്. 1.44 ദശലക്ഷത്തിലധികം സജീവ ഉദ്യോഗസ്ഥരടങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക സേനകളിൽ ഒന്നാണ് ഇന്ത്യക്കുള്ളത്. 5.1 ദശലക്ഷത്തിലധികം ആളുകളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സൈനികമാണ് ഇവിടെയുള്ളത്. അങ്ങനെ ഇനിയും സൈന്യത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി അധികാരികൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നതിന് ഒരു ഉദാഹരണമാണ് റഷ്യൻ AK-203 തോക്കുകളുടെ 27,000 യൂണിറ്റുകളുടെ ആദ്യ ബാച്ച് ഇന്ത്യൻ സൈനികർ സ്വീകരിച്ചത്. 2021 ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒപ്പുവെച്ച കരാർ പ്രകാരം റഷ്യയിൽ നിന്നുള്ള സാങ്കേതിക കൈമാറ്റത്തോടെ 6.1 ലക്ഷം AK-203 തോക്കുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും. ഈ ആവശ്യത്തിനായി 2019 ഉത്തർപ്രദേശിലെ കോർവയിൽ ഇൻഡോ റഷ്യൻ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സംയുക്ത സംരംഭം സ്ഥാപിച്ചിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള മുൻകാല ഓർഡിനൻസ് ഫാക്ടറി ബോർഡും ഇപ്പോഴത്തെ അഡ്വാൻസ് വെപ്പൺസ് ആൻഡ് എക്യുപ്മെൻറ്റ് ഇന്ത്യ ലിമിറ്റഡും മ്യൂണിഷൻ ഇന്ത്യ ലിമിറ്റഡും റഷ്യയിലെ റോസോബൊറോനെക്സ്പോർട്ട് കലാഷ്നിക്കോവ് കൺസേൺ ഓഫ് റഷ്യ തമ്മിലാണ് ഇത് സ്ഥാപിക്കുകയുണ്ടായത്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ലക്ഷ്യമനുസരിച്ച് 2 വർഷത്തിനുള്ളിൽ 70% ആഭ്യന്തര ഉൽപ്പാദനം ലക്ഷ്യമിട്ടാണ് രാജ്യത്തിനുള്ളിൽ AK-203 റൈഫിളുകൾ ക്രമേണ നിർമ്മിക്കുന്നത്. നിലവിൽ നിർമ്മിക്കപ്പെടുന്ന റൈഫിളിൻ്റെ 25% ഭാഗവും തദ്ദേശീയമായി നിർമ്മിക്കപ്പെടുന്നു. റൈഫിളിൻ്റെ 100% പ്രാദേശികവൽക്കരണത്തോടുകൂടിയുള്ള പൂർണ്ണ തോതിലുള്ള ഉൽപ്പാദനം 2.3 വർഷത്തിനുള്ളിൽ എത്തിച്ചേർക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 500 കോടി രൂപയുടെ കരാറിൻ്റെ കീഴിൽ റഷ്യയിൽ നിന്നുള്ള സാങ്കേതിക കൈമാറ്റത്തോടെ 6.1 ലക്ഷത്തിലധികം AK-203 ആക്രമണ റൈഫിളുകൾ ഒരു സംയുക്ത സംരംഭമായ ഇൻഡോ റഷ്യൻ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യയിൽ നിർമ്മിക്കും. നടന്നുകൊണ്ടിരിക്കുന്ന ഉപകരണങ്ങളുടെ സ്വദേശീവൽക്കരണം അങ്ങേയറ്റം ചിട്ടയായ രീതിയിലാണ്. ആയതിനാൽ വരും വർഷങ്ങളിൽ ഇത് കൂടുതൽ ശക്തമായി തന്നെ തുടരാൻ സാധിക്കും. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2019 മാർച്ചിൽ രാജ്യത്ത് കലാഷ്നിക്കോവ് ആക്രമണ റൈഫിളുകൾ നിർമ്മിക്കുന്നതിനായി ഇന്ത്യൻ റഷ്യൻ സംയുക്ത സംരംഭം സൃഷ്ടിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. പ്രാരംഭകാല താമസത്തിനു ശേഷം ഇപ്പോൾ എല്ലാം ചിട്ടയായ രീതിയിലാണ് നടക്കുന്നത്. ആയതിനാൽ അതേപടി 27,000-ൽ പരം റൈഫിളുകൾ സൈന്യത്തിന് നൽകിയിട്ടുണ്ട്. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ 8,000 കൂടി കൈമാറുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇന്ത്യൻ സംസ്ഥാനമായ ഉത്തർപ്രദേശിലെ അമേത്തി ജില്ലയിലെ കോർവ നഗരത്തിനടുത്തുള്ള ഒരു പ്ലാന്റിൽ AK-203 ഉൽപ്പാദിപ്പിക്കുന്നതിനായി ഇൻഡോ റഷ്യൻ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപിച്ചു. ഏകദേശം 6,70,000 AK-203 ആക്രമണ റൈഫിളുകൾ ഇന്ത്യൻ സായുധ സേനയ്ക്ക് നൽകണം. അതിൽ 6 ലക്ഷം IRRPL പ്ലാന്റിൽ നിർമ്മിക്കും. അതായത് 200 സീരീസ് കലാഷ്നിക്കോവ് ആക്രമണ റൈഫിളുകൾ നിർമ്മിക്കുന്ന ആദ്യ വിദേശ രാജ്യമായി ഇന്ത്യ മാറും.